Thank you, Dr. Dhanesh. Thank you, Dr. Beatrix. Always feel that you are very near to us. Thank you. I also feel the same, yes. One day I have to come. Yes. Welcome to Kerala. Thank you. Okay. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFTH-ന്റെ വെബ് പരമ്പരയുടെ 1457 ദിവസം. ഇന്നത്തെ മലയാളം സെഷനിൽ പങ്കെടുക്കുവാനായി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള കേൾക്കുന്നില്ലേ? കേൾക്കാം, കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ മ്യൂട്ടായി പോയേ, കേൾക്കാമായിരുന്നു. ഓക്കെ. ഇന്നത്തെ മലയാളം സെഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനായി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും എല്ലാ വിദ്യാർത്ഥികളെയും ഇന്നത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്കൊരു ക്ലാസ് ആണ്. ക്ലാസ് എടുക്കുവാനായി എത്തിയിട്ടുള്ളത് ഡോക്ടർ PK നമ്പൂതിരി സാറാണ്. അദ്ദേഹം ഇതിനകം ധാരാളം ക്ലാസ്സുകൾ നമുക്ക് എടുത്തു കഴിഞ്ഞു. വളരെ നല്ല രീതിയിൽ സാറ് വളരെ വിപുലമായി ക്ലാസ്സുകൾ എടുക്കുന്ന വ്യക്തിത്വമാണ്. ഇന്നും നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സാറിനെ സ്വാഗതം ചെയ്യുന്നു. സാർ ക്ലാസ് തുടങ്ങും. സാറിന്റെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. ഹലോ, കേൾക്കാമോ നിങ്ങള്? ഹലോ, കേൾക്കാമോ? കേൾക്കാം സാറേ, തുടങ്ങാം. ശരി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത ക്ലാസ്സിന്റെ ബാക്കി തന്നെ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഏതായാലും അപ്പൊ തുടങ്ങുന്നതിന് മുമ്പ് വേറൊരു ഇൻട്രഡക്ഷൻ എന്ന നിലയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പോവുകയാണ്. ഇൻട്രഡക്ഷൻ കുറച്ച് ടഫ് തന്നെയാണ്, ശ്രദ്ധിച്ച് ഒന്ന് നോക്കുക എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻട്രഡക്ഷന് ശേഷം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിന്റെ ബാക്കി എടുക്കുന്നതാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഒരു സിദ്ധാന്തമാണ് ദി ഇൻഫ്ലുവൻസ് ഓഫ് ദി പ്ലാനറ്റ്സ് അപ്പോൺ ദി ഹ്യൂമൻ ബോഡി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ ഒരു സിദ്ധാന്തമാണ് ദി ഇൻഫ്ലുവൻസ് ഓഫ് ദി പ്ലാനറ്റ് അപ്പോൺ ദി ഹ്യൂമൻ ബോഡി. ഇതിൽ ചുവട് പിടിച്ചുകൊണ്ടാണ് 1773 മെസ്മർ എഴുതിയത് നേച്ചർ ഈസ് പെർവേർഡഡ് ബൈ ഇൻവിസിബിൾ എനർജീസ് ആൻഡ് ദാറ്റ് വെൻ വി ആർ ട്യൂൺ വിത്ത് ദീസ് എനർജീസ് വി ആർ ഹെൽത്തി. When these energies blocked either by physical problem or negative mental attitude, we become unhealthy. If the energies can become unblocked, we become healthy again. ഇങ്ങനെ അത് 1773 മെസ്മർ എഴുതിയതാണ്. മെസ്മറിസത്തെ കുറിച്ചൊക്കെ നമ്മുടെ ഹോമിയോപ്പതിയിലൊക്കെ പറച്ചിലുണ്ട്. ഏതായാലും ഇതിൽ നിന്നാണ് അദ്ദേഹം ഗ്രാവിറ്റേഷൻ തിയറി, മെസ്മർ ഗ്രാവിറ്റേഷൻ തിയറി രൂപപ്പെടുത്തിയെടുത്തത്. അതായത് ഗ്രാവിറ്റേഷൻ തിയറി എന്ന് പറയുന്നത് സ്വശക്തി ആകർഷണത്തെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അതില് സഞ്ചാരി ഭാവത്തിൽ നമ്മളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അത് പകർന്നു നൽകാൻ കഴിയുമെന്നും അദ്ദേഹം സ്ഥാപിച്ചു. സഞ്ചാരി ഭാവത്തിൽ അത് നമ്മളിൽ നിന്ന് വേറൊരാളിലേക്ക് നമുക്ക് പകർത്താൻ കഴിയുമെന്ന്. എന്താണ് ഈ സഞ്ചാരി ഭാവം എന്നുള്ളതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഉദാഹരണം കൊണ്ട് ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു ഉദാഹരണം കൊണ്ട് അത് വിശദീകരിക്കാൻ ഞാൻ ശ്രമിക്കാം. നമ്മൾ ഒരു സ്റ്റേജ് ആർട്ട് കാണുന്നു എന്ന് വിചാരിക്കുക. ബാക്ക്ഗ്രൗണ്ടുകളും പിന്നണികളുടെയും അകമ്പടിയോടുകൂടി നടൻ അവന്റെ മനസ്സിൽ രൂപപ്പെടുത്തിയെടുക്കുന്ന മനസ്സിന്റെ വിചാരങ്ങളോട് കൂടി രംഗത്ത് അവതരിപ്പിക്കുമ്പോൾ അഭിനയം നടന്റെ ഉള്ളിലുള്ള മനസ്സിന്റെ സഞ്ചാരി ഭാവം കൊണ്ടാണ് നമുക്കത് അനുഭവവേദ്യമാകുന്നത്. അതാണ് ആ സഞ്ചാരി ഭാവം എന്ന് പറയുന്നത്. മനസ്സിന്റെ നടന്റെ ഉള്ളിലുള്ള അഭിനയത്തിന്റെ അതാണ് നമ്മുടെ അനുഭവവേദ്യമാകുന്നത്. അപ്പൊ നമ്മൾ അതിലൊരു കോണ്ടാക്ട് വരുന്നത് വെച്ചാൽ അത് സഞ്ചരിക്കുന്ന ആ ഭാവമാണ് പ്രധാനമായിട്ട് സഞ്ചാരി ഭാവം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളിൽ ഉണ്ടാകുന്ന ശക്തിയെ നമുക്ക് ഈ സഞ്ചാരി ഭാവത്തിലൂടെ നമുക്ക് മറ്റൊരാളിലേക്ക് പകർന്നു നൽകാൻ കഴിയുമെന്നുള്ളതാണ് മെസ്മർ 1773 സിദ്ധാന്തം. അതിനു മുമ്പ് തന്നെ പ്ലാനറ്റിന്റെ എനർജിനെ കുറിച്ചൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. കാരണം അതിനു മുമ്പ് ഉണ്ടായിരുന്ന ഒരു തിയറി തന്നെയാണ്. അദ്ദേഹം അത് ആ രീതിയിൽ കൊണ്ടുവന്നതാണ്. അപ്പൊ അത്
നമ്മുടെ മനസ്സിലുള്ള എനർജിയെ മറ്റൊരാളിലേക്ക് നമുക്ക് മാറ്റാം എന്നുള്ളതാണ് സഞ്ചാരി ഭാവത്തിലൂടെ നമ്മുടെ ആ എനർജി നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുക, അതിന് നമുക്ക് വേറൊരാളിലേക്ക് മാറ്റാം. പിന്നെ ആൻസിയന്റ് ആയിട്ടുള്ള ആയുർവേദ ആൾക്കാർ നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നു, ദി പ്രിവെൻഷൻ ആൻഡ് ക്യൂർ ഓഫ് ദി ഡിസീസ് ഡിവൈൻലി എൻറിച്ച്ഡ് ഹെർബ്, പ്ലാന്റ്, സ്റ്റോൺസ്, ഫ്ലവേഴ്സ്, മിനറൽസ് ആൻഡ് ആനിമൽസ് ആൻഡ് ദെയർ ട്രൂ ക്വാളിറ്റീസ്. അപ്പം ഇങ്ങനെയുള്ള വസ്തുക്കളിൽ ഒരു രോഗത്തെ മാറ്റാനുള്ള ശക്തി വിശേഷങ്ങൾ നേച്ചറിൽ തന്നെ ഉണ്ട്. ഡിവൈൻലി എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ പ്രകൃതിദത്തമായി കൊടുത്തിട്ടുണ്ട് എന്ന് പഴയ ആചാര്യന്മാരും ഒക്കെ തന്നെ പലപ്പോഴും പറഞ്ഞിരുന്നു. അപ്പൊ ഈ രണ്ട് തിയറി നമ്മുടെ മനസ്സിൽ വരണം. 1770 മെസ്മർ പറഞ്ഞ തിയറി, അല്ലെങ്കിൽ അതിന് മുമ്പ് ഉണ്ടായിരുന്ന തിയറി തന്നെയാണ് എങ്കിലും മെസ്മർ ഒന്ന് ആവർത്തിച്ച് പറഞ്ഞു, നമ്മളിലുള്ള ശക്തി വിശേഷം നമ്മൾ സ്വരൂപിച്ച് വെച്ചിട്ട് നമുക്ക് വേറൊരാളിലേക്ക് സഞ്ചാരി ഭാവത്തിൽ നടത്തി കൊടുക്കാമെന്ന്. അതോടൊപ്പം തന്നെ ആയുർവേദ ആചാര്യന്മാർ പറഞ്ഞു, ദൈവം പ്ലാന്റുകളിലും മറ്റുള്ള വസ്തുക്കളിലും എല്ലാം തന്നെ രോഗ ഉന്മൂലനത്തിന് സാധിക്കുന്ന രീതിയിൽ അതിൻ്റെ ഇത് സാധിച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ട്രൂ ക്വാളിറ്റീസ് എന്ന് പറഞ്ഞു. ഈ രണ്ട് തിയറിയെ പിൻപറ്റിക്കൊണ്ടാണ് 1790 ഡോക്ടർ ക്രിസ്റ്റ്യൻ ഫെഡറിക് സാമുവൽ ഹനുമാൻ ഹോമിയോപ്പതി എന്ന ചികിത്സാ പദ്ധതിക്ക് രൂപം കൊടുത്തു. അപ്പൊ 1790 ഹനുമാൻ രൂപം കൊടുക്കുന്നതിന് മുമ്പുള്ള രണ്ട് തിയറിയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണ് അദ്ദേഹം അത് ചെയ്തത്. അപ്പൊ ഈ ചികിത്സാശാസ്ത്രം കാലാതീതമാണ്. കാരണം എന്താ വെച്ചാൽ ഈ ഹോമിയോപ്പതി ചികിത്സാ ശാസ്ത്രം കാലാനുവർത്തിയാണെന്ന് പറയാം. കാലാനുവർത്തി എന്ന് പറഞ്ഞാൽ കാലത്തെ അതിജീവിക്കാൻ കഴിയുന്ന ശക്തിവിശേഷം ഉള്ള ഒരു ചികിത്സാ പദ്ധതിയാണ് ഹോമിയോപ്പതി എന്നാ പറയാം. അതിന്റെ കാരണം അതിന്റെ പിന്നില് സംശയലേശമില്ലാത്ത ഒരു ദർശനം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം ഞാൻ രണ്ട് ദർശനങ്ങൾ പറഞ്ഞു. ആ രണ്ട് ദർശനങ്ങളെ കൂട്ടി സംയോജിപ്പിച്ചുകൊണ്ടാണ് 1790 ഡോക്ടർ ക്രിസ്റ്റ്യൻ ഫെഡറിക് സാമുവൽ ഹനുമാൻ ഹോമിയോപ്പതി സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ആ സിദ്ധാന്തം എന്നതിന് അതിന് പിന്നില് കാലാനുവർത്തിയാണ്. അതായത് കാലത്തെ അതിജീവിക്കാൻ പറ്റിയ ഒരു ദർശനമുണ്ട്. ആ ദർശനം എന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. ആ ദർശനമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത് കാലാനുവർത്തിയാകുന്നത്. ഏത് കാലത്തും ഇത് പ്രസക്തമാണ്. അതായത് ഹോമിയോപ്പതി സിദ്ധാന്തം ഏത് കാലത്തും ചികിത്സയ്ക്ക് പ്രസക്തമാകുന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഏത് കാലത്തും ഹോമിയോപ്പതി ചികിത്സാ ശാസ്ത്രം നിലനിൽക്കുന്നതിന്റെ കാരണം ഈ കാലാനുവർത്തി ആയതുകൊണ്ടാണ്, ദർശനം കൊണ്ടാണ്. ഈ ദർശനം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു ഉദാഹരണം കൊണ്ട് അത് വീണ്ടും പറയാം. ഒരു ദർശനം എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം എൻ്റെ അടുക്കൽ ഒരു തക്കാളിപ്പനി വന്നു. ഞാൻ അതിന് ഉപയോഗിച്ച മരുന്നെന്ന് പറഞ്ഞാൽ ക്രോട്ടൺ ഡിഗ്ലിനുമാണ്. ക്രോട്ടൺ ഡിഗ്ലിനും മെസീറിയ ഉണ്ട്, കാന്താരിസ് ഉണ്ട്, റെസ്റ്റെക്സ് ഉണ്ട്, പല മരുന്നുകളുണ്ടാവും. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞാനതിനെപ്പറ്റി ഞാൻ കൊടുത്ത മെഡിസിൻ ക്രോട്ടൺ ഡിഗ്ലിനുമാണ്. ഈ ക്രോട്ടൺ ഡിഗ്ലിനെ എൻ്റെ മനസ്സിൽ രൂപപ്പെടുത്തി അതെൻ്റെ മനസ്സിന്റെ സഞ്ചാരി ഭാവത്തോടുകൂടി ആ ഔഷധം ഹോമിയോ രോഗിയിലേക്ക് ഞാൻ കടത്തുമ്പോഴാണ് ഈ ഔഷധത്തിന് സംശയലേശമില്ലാതെ ആ രോഗിയിൽ പ്രവർത്തിക്കാൻ കഴിയും. അതാണ് സഞ്ചാരി ഭാവം. അതായത് എൻ്റെ മനസ്സിൽ വരുന്ന രൂപപ്പെടുത്തിയെടുക്കുന്ന ഇത് എൻ്റെ മനസ്സിന്റെ സഞ്ചാരി ഭാവത്തോടു കൂടി ഔഷധ പ്രക്രിയ രോഗിയിലേക്ക് നമ്മൾ സംക്രമിക്കുന്ന അവസ്ഥാവിശേഷമാണ് ഹോമിയോപ്പതി സിദ്ധാന്തം. അങ്ങനെ സംക്രമിക്കാൻ നമുക്ക് കഴിയുമ്പോൾ നമ്മുടെ മുന്നിൽ ചികിത്സ വളരെ ഈസിയാണ്. ആ സംക്രമിക്കുന്ന രീതി അങ്ങനെ, അതുകൊണ്ടാണ് ആ ദർശനം എന്ന് ഹനുമാൻ അങ്ങനെ ദർശനം എന്ന് ഞാൻ പറഞ്ഞു. ഈ ദർശനമാണ് ആചാര്യൻ നമുക്ക് നൽകിയിട്ടുള്ളത്. കാരണം നമ്മുടെ ഉള്ളില് മനസ്സിൽ രൂപപ്പെടുത്തിയെടുക്കുന്ന ആ എനർജി അല്ലെങ്കിൽ ഔഷധങ്ങളുടെ എനർജി സഞ്ചാരി ഭാവത്തിൽ രോഗിയിലേക്ക് നമ്മൾ സന്നിവേശിപ്പിക്കണം എന്നുള്ളതാണ്. ആ ദർശനമാണ് ആചാര്യൻ നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പൊ കൃത്യമായി ഔഷധം ഫിസിഷ്യന്റെ മനസ്സിൽ എത്തിക്കഴിഞ്ഞ് അത് സഞ്ചാരി ഭാവത്തില് ചേർത്ത് അത് രോഗിയിലേക്ക് സന്നിവേശിപ്പിക്കുന്ന പ്രക്രിയയാണ് ആ ദർശനം. ആ ദർശനം നമുക്ക് മനസ്സിലായി കഴിഞ്ഞാലേ നമുക്ക് ഹോമിയോപ്പതിയുടെ ചികിത്സയുടെ ആ ഒരു മഹത്വരം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ദർശനത്തില് ഊന്നി നിന്നുകൊണ്ട് മാത്രമേ ഹോമിയോപ്പതിക്ക് മുന്നോട്ട് പോകാനും കഴിയും. വേറൊരു ദർശനവും ഹോമിയോപ്പതിയിലേക്ക് മുന്നിൽ. പക്ഷെ ഈ ദർശനത്തിൽ ഊന്നി നിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും കാലാനുസൃതമായ ചില മാറ്റങ്ങൾ ഹോമിയോപ്പതി ചികിത്സയിൽ വരുത്താമെന്നല്ലാതെ
കാതലായ മാറ്റങ്ങളൊന്നും ചികിത്സാ സമ്പ്രദായത്തിൽ മാറ്റാൻ കഴിയില്ല എന്നും നമ്മൾ ഓർക്കണം. കാരണം വെച്ചാൽ ദർശനത്തിൽ ഊന്നി നിൽക്കുന്ന ഒരു ശാസ്ത്രശാഖയ്ക്ക് ആ ദർശനത്തെ വിട്ടിട്ട് വേറൊരു വഴിക്ക് പോകാൻ കഴിയില്ല. അപ്പോ എന്നാല് 2024 നമ്മളിപ്പോ വന്ന് നിൽക്കുമ്പോൾ ആചാര്യന്റെ കാലത്ത് നിന്നും ഒത്തിരി മാറ്റങ്ങളും ഈ ചികിത്സാ ശാസ്ത്രത്തിന് വന്നിട്ടുണ്ട്. 24 നമ്മളിപ്പോ നിൽക്കും. മാറ്റങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിച്ചാല് അതിന്റെ യുവർ എമോഷൻസ്, നിങ്ങളുടെ ചിന്തകള് affect the group of organism in your body called endocrine glands even more than they affect your nerve system. അതായത് എൻഡോക്രൈൻ ഗ്ലാൻസിന്റെ പ്രൊഡക്ഷൻ നിങ്ങളുടെ ചിന്തയെ സ്വാധീനിക്കുന്നു എന്നാണ്. ഇപ്പം നമ്മുടെ ശരീര പ്രവർത്തനങ്ങളെ മുഴുവൻ നടത്തുന്നത് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണെന്ന് 2024 ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നമ്മുടെ ചിന്തകളെ അത് സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് 2024 ഇപ്പൊ നമ്മൾ പറയുന്നത്. അപ്പൊ എൻഡോക്രൈൻ ഗ്ലാൻസിനെ കുറിച്ച് പറയാം. അപ്പൊ നമുക്ക് അറിയാം ഇത് ശരിയായ എൻഡോക്രൈൻ ഗ്ലാൻസിന്റെ പ്രവർത്തനങ്ങള്, അതായത് നമ്മുടെ പോസിറ്റീവ് ചിന്തകള് ഉണ്ടെങ്കിൽ ഈ എൻഡോക്രൈൻ ഗ്ലാൻസ് നല്ലവണ്ണം പ്രവർത്തിച്ച് നല്ല രീതിയിൽ നമ്മളെ റെഗുലേറ്റ് ചെയ്ത് ഹാർമോണിയസ് വേയില് ഹനുമാൻ പറഞ്ഞ പോലെ നമ്മുടെ ആരോഗ്യം സ്ഥിരീകരിച്ചിരിക്കും. അതേ സമയത്ത് മോശമായ, അതായത് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മളെ ചിന്തകളെ സ്വാധീനിച്ച് കഴിയുമ്പോൾ നമുക്ക് രോഗങ്ങൾ അവിടെ ഉണ്ടാവും. ആ രോഗങ്ങൾ നമുക്ക് പല രോഗങ്ങളായിട്ട് പരിണിതമായിട്ട് വരും എന്നുള്ളതാണ് അതിന്റെ പ്രത്യാസം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 2024 ആയപ്പോൾ നമ്മൾ മറ്റ് പറഞ്ഞ ഭാഗത്തു നിന്ന് ശകല എൻഡോക്രൈനിലേക്ക് നമ്മൾ കയറി വന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോ ഞാൻ പറഞ്ഞത് ഈ ശുദ്ധമായ പോസിറ്റീവ് തിങ്കിങ് നമ്മുടെ അല്ലെങ്കിൽ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ചിന്തകൾ നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻസിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ടെന്നും അത് പോസിറ്റീവ് ചിന്തകൾ നമ്മളെ ഹാർമോണിയസ് വേയിലൂടെ നമ്മുടെ ഇതിനെ മുന്നോട്ട് നയിക്കുമെന്നും നെഗറ്റീവ് ചിന്തകൾ അതിന് ഓപ്പോസിറ്റായിട്ട് നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കും എന്നും 2024 ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ ഈ ഡിപ്രസിങ് എമോഷൻസ് എങ്ങനെ വരുന്നു എന്ന് വെച്ചാൽ അപ്പം നമ്മൾ മനസ്സിലാക്കാം. ഇപ്പം നമ്മൾ എവിടെ വെച്ചുകൊണ്ട് പറയുമ്പോൾ പറഞ്ഞാൽ നമ്മുടെ മനസ്സിലെ ചിന്തകളാണ് ഹ്യൂമൻ ലൈഫിലെ ജെർമിനേറ്റിംഗ് സ്പോട്ട് ഓഫ് ദി ഡിസീസ്. അതായത് ഒരു രോഗം മുള പൊട്ടുന്നതിന് നമ്മുടെ ഹ്യൂമൻ മനസ്സിൽ മുള പൊട്ടുന്നത് ഈ തിങ്കിങ് ആണ് എന്ന് നമ്മൾ മനസ്സിലെ ചിന്തകളാണ് അത്, അല്ലെങ്കിൽ മോശമായ ചിന്തകളാണെന്ന് നമ്മൾ തീരുമാനമായി. അത് മിക്കവാറും നമ്മുടെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിലൊക്കെയാണ് നമ്മൾ ഇത് കൂടുതലായിട്ട് ചിന്തിക്കുന്നത്. കാരണം ബാക്ടീരിയ വൈറസ് ഒക്കെ വരുന്ന രോഗങ്ങളല്ല. എക്സോജിനസ് എൻഡോജിനസ് സിംറ്റംസിനെ കുറിച്ചൊക്കെ ഞാൻ കഴിഞ്ഞ ഏതെങ്കിലും ക്ലാസ് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ആയിട്ട് വരുന്ന രോഗങ്ങളിൽ ഈ മനസ്സിലെ ചിന്തകള് അതിന്റെ രോഗത്തിലേക്ക് നമ്മളെ കടത്തിവിടുന്നുണ്ടോ എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം എന്ന് നമ്മൾ മനസ്സിലാക്കാം. പിന്നെ ഈ നമുക്കറിയാം നെഗറ്റീവ് തിങ്കിങ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒത്തിരി എലിമെന്റ്സ് അതിനകത്ത് നമ്മൾ കാണാറുണ്ട്. നെഗറ്റീവ് തിങ്കിങ് വരുന്നത് ഒന്ന് ഷോക്ക്, ഫിയർ, അപ്രിഹെൻഷൻ, ഡിപ്രഷൻ, ജെലുസി, ഇറിറ്റബിലിറ്റി, മെന്റൽ വീക്ക്നെസ്, ഇതെല്ലാം നെഗറ്റീവ് തിങ്കിങ്. ആ നെഗറ്റീവ് തിങ്കിങ് നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഏതൊരു രോഗിയെ ചികിത്സിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് ഫിസിഷ്യൻ ഈ രോഗത്തിലേക്ക് എത്താനുള്ള എമോഷണൽ എലിമെന്റുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഒരു രോഗത്തിലേക്ക് നമ്മൾ ചികിത്സിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതാണ് അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും വന്നത്. അയാളില് രോഗത്തിലേക്ക് പോകുന്ന ഏതെങ്കിലും എലിമെന്റുകൾ അയാളിൽ ഉണ്ടോ എന്ന് ഫിസിഷ്യൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉണ്ടെങ്കിൽ അതിന് നല്ല പ്രാധാന്യം നമ്മൾ കൊടുക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പുറത്തു വന്ന് പറഞ്ഞത്. പിന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം, കണക്കിൽ നമ്മൾ നോക്കുമ്പോൾ ഒന്നും വേറൊന്നും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. കാരണം രണ്ടും ഓരോന്ന് വേറൊന്നും, രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷേ ചികിത്സയിലേക്ക് വരുമ്പോൾ ഓരോന്നും ഓരോന്നും തമ്മിൽ സ്ലൈറ്റ് വ്യത്യാസമുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
കാരണം ഒരൊന്നും വേറൊന്നും രണ്ടിൽ വ്യത്യാസമുണ്ട് എന്ന് തന്നെയാണ് ചികിത്സയിൽ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഫിസിഷ്യന്മാര് കൃത്യമായി ഇത് മനസ്സിലാക്കി എടുത്തിട്ട് പല ആംഗിളുകളിലൂടെ രോഗികളെ നമ്മൾ നോക്കണം. ഒരാംഗിളിലൂടെ നോക്കിയിട്ട് കാര്യമില്ല, പല ആംഗിളുകളിലൂടെ. അതുകൊണ്ടാണ് ഈ പല ആംഗിളുകളിലൂടെ നമ്മൾ രോഗികളെ നോക്കണം എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മൾ പല ആചാര്യന്മാരെ പഠിക്കണം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഓരോ ആചാര്യന്മാരും ഓരോ വീക്ഷണകോണിലൂടെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ പല ആചാര്യന്മാരെ നമ്മൾ ഫിസിഷ്യൻ പഠിക്കണം എന്ന് പറയാനുള്ള കാരണം, ഒരാൾ പോകുന്ന വഴി ബന്ധാവിലൂടെ ആയിരിക്കില്ല വേറൊരു ഫിസിഷ്യൻ പോകുന്നത്. അപ്പൊ പല കോണുകളിലൂടെ നമ്മൾ പല ആളുകൾ പോകുന്ന അവസ്ഥ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു രോഗി ഏത് പന്താവിലൂടെ നമുക്ക് മുന്നോട്ട് പോകണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വളരെ കൃത്യമായ ഒരു കാരണം. അല്ല നമ്മൾ തന്നെ ഒരു പന്താവ് പൊട്ടിത്തെളിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. അപ്പൊ പല ആചാര്യന്മാര് നമ്മൾ കേൾക്കണം, അത് പഠിക്കണം. ഇത് പറഞ്ഞാലാണ് ഞാൻ ഇത്രയും കാര്യം പറഞ്ഞത്. ഇത്രയും പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ഹോമിയോപ്പതി വൈദ്യശാസ്ത്രത്തിന്റെ ഈ മഹിമകളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് 2020 മുതൽ സെപ്റ്റംബർ മുതൽ ഇന്റർനാഷണൽ ഫോറത്തിൽ ഇവർ നടത്തുന്ന ഈ ട്രസ്റ്റിംഗ് നടത്തുന്ന സെമിനാർ ഒരുപക്ഷെ ലോകത്ത് ആദ്യം തന്നെ ആയിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ വിവിധ ആചാര്യന്മാരുടെ വിവിധ വീക്ഷണകോണങ്ങൾ ഇതിലൂടെ നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ശാസ്ത്രത്തെ സംബന്ധിച്ച് നിസ്സാര കാര്യമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. കാരണം എല്ലാ ദിവസവും പല ആചാര്യങ്ങൾ പല രീതിയിൽ ഇതിനെക്കുറിച്ച് പറയുന്നു, അത് നമ്മൾ കേൾക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഏതായാലും ഇങ്ങനെയുള്ള ഈ ഒരു സെമിനാറിലേക്ക് എനിക്കറിയാവുന്ന എന്തെങ്കിലും ചില കാര്യങ്ങൾ പറയാനായിട്ട് എന്നെയും കൂടെ വിളിക്കുന്നു എന്നുള്ളതും അതിലേറെ വലിയൊരു കാര്യമാണ്. ഏതായാലും ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മൊത്തമായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു സ്വഭാവത്തിൽ മനസ്സിലാവും, അല്ലെങ്കിൽ തന്നെയും പതുക്കെ നിങ്ങൾക്കിത് മനസ്സിലാക്കും, അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഇതൊന്നുകൂടെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ്സിലോട്ട് കടക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കടന്നു പോയത് ക്ലാസ് എന്ന് പറയുന്നത് ബയോകെമിക് ചികിത്സയെ കുറിച്ചായിരുന്നു. കാരണം ബയോകെമിക് ചികിത്സയെ കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ബയോകെമിക് ചികിത്സയെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ബയോകെമിക് ഔഷധങ്ങളാണ് കൂടുതൽ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം. ഇല്ല, മറ്റു ഔഷധങ്ങളിലൂടെ ഇടയ്ക്ക് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് മുതൽ എൻ്റെ ക്ലാസ്സിൽ ചില ഔഷധങ്ങൾ ഞാൻ പറയാമെന്ന് വിചാരിക്കുന്നു. പക്ഷെ എല്ലാം ഒന്നും പറയാൻ കഴിയില്ല. പ്രധാനമായിട്ട് ഞാൻ പോയിന്റ് ചെയ്യുന്നത് ബയോകെമിക് ഔഷധങ്ങളെ തന്നെയാണ്. അപ്പൊ ഇനി കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിടത്തു നിന്ന് നമ്മൾ തുടങ്ങാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു നിർത്തിയത് കഴിഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് എടുക്കേണ്ടത് കോളിക്കാണ്. കോളിക്ക് എന്ന് പറയുമ്പോൾ ഇത് വയറ്റിലുണ്ടാകുന്ന അവയവങ്ങൾക്കും ഉടലുകൾക്കും മറ്റും കാണത്തക്ക യാതൊരു കേടും കൂടാതെ സിരകളുടെ അസഹ്യത മൂലം ഇടവിട്ടുണ്ടാകുന്ന ഒരു തരം വലിച്ചിലും വേദനയുമാണ്. കോളിക്ക് എന്ന് പറയുമ്പോൾ വയറ്റിലുള്ള അവയവങ്ങൾക്കും ഉടലുകൾക്കും മറ്റും കാണത്തക്ക യാതൊരു കേടും കൂടാതെ സിരകളുടെ നെർവസിന്റെ അസഹ്യത മൂലം ഉണ്ടാകുന്ന ഒരു തരം വലിച്ചിലും വേദനയുമാണ് കോളിക്ക് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഉടലുകളെയും മറ്റ് അവയവങ്ങളിലുമുള്ള കേടുപാടുകൾ കൊണ്ടും നോവ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതിന് പല കാരണങ്ങൾ നമുക്ക് പറയാം. കോളിക്ക് ഉണ്ടാവാനുള്ള പല കാരണങ്ങളിൽ ഒന്ന് കോളിക്ക് സബൂറാലിസ് എന്ന് പറയും. കോളിക്ക് സബൂറാലിസ് എന്ന് പറഞ്ഞാൽ ഭക്ഷണദൂഷ്യം മൂലം ദഹനക്കേട് ഇവ മൂലം ഉണ്ടാകുന്ന രോഗത്തിനെയാണ് കോളിക് സബൂറാലിസ് എന്ന് പറയാം. വിൻഡ് കോളിക്ക് എന്ന് പറയും. വിൻഡ് കോളിക്ക് നമുക്കറിയാം, വായു കെട്ടിയുണ്ടാവുന്ന രോഗത്തിന് വിൻഡ് കോളിക്ക് എന്ന് പറയും. കോളിക്ക് സ്റ്റെർസിറാസിസ് എന്ന് പറയും. സ്റ്റെർസിറാസിസ് എന്ന് പറഞ്ഞാൽ മല ഉറച്ച് കട്ടിയായി നിൽക്കുന്ന അവസ്ഥയ്ക്കാണ് സ്റ്റെർസിറാസിസ് എന്ന് പറയാം കോളിക്ക്. അപ്പൊ മലം പോകാതെ കട്ടിയായി നിൽക്കുന്ന അവസ്ഥയ്ക്ക് ആ ഒരു അവസ്ഥയും കോളിക്ക് ഉണ്ടാക്കാം. പിന്നെ കോളിക്ക് ഫെർമിനോസ എന്ന് പറയും. കോളിക്ക് ഫെർമിനോസ എന്ന് പറഞ്ഞാൽ വിരയും അന്യപദാർത്ഥങ്ങളും കൊണ്ടുള്ള അസഹ്യത മൂലം ഉണ്ടാകുന്ന അതിനാണ് കോളിക്ക് ഫെർമിനോസ എന്ന് പറയുന്നത്. പിന്നെ ലെഡ് ആൻഡ് കോപ്പർ കോളിക്ക്, അതായത് ചെമ്പ്, ഈയ മുതലായ ലോഹ വസ്തുക്കളുടെ അംശങ്ങളുടെ ഉള്ളിൽ പോയിട്ട് അത് രോഗം ഉണ്ടാക്കുന്ന കോളിക്ക് ഉണ്ടാക്കുന്ന അവസ്ഥയ്ക്കാണ് ലെഡ് ആൻഡ് കോപ്പർ കോളിക്ക് എന്ന് പറയും. പിന്നെ ഡിസ്റ്റർബ്ഡ് ഇന്നർവേഷൻ എന്ന് പറയുന്ന അവസ്ഥ. ഡിസ്റ്റർബ്ഡ് ഇന്നർവേഷൻ എന്ന് പറയുന്നത് കോപം, ഭയം, വ്യസനം മുതലായ വികാരങ്ങൾ സിരകളെ ബാധിച്ച് നെർവസിനെ ബാധിച്ച് ഉണ്ടാകുന്ന രോഗത്തെയാണ് ഡിസ്റ്റർബ്ഡ് ഇന്നർവേഷൻസ് എന്ന് പറയാം.
പിന്നെ റിഫ്ലക്സ് ആക്ഷൻ. റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ മറ്റ് ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന രോഗങ്ങളുടെ പ്രതിച്ഛായയായിട്ടുണ്ടാകുന്ന കോളിക്കിനെയാണ് റിഫ്ലക്സ് ആക്ഷൻസ് കോളിക് എന്ന് പറയാം. അത് ഗാൾ ബ്ലാഡർ കോളിക്ക്, അല്ലെങ്കിൽ കിഡ്നി, യൂട്രസ് മുതലായ ഭാഗങ്ങൾക്കുണ്ടാകുന്ന ഒരു വേദനകൾ ഇതൊക്കെ കോളിക്കിന് ഉണ്ടാവാം. പിന്നെ സ്ട്രക്ചറൽ ചേഞ്ചസ് ഉണ്ടാവുന്ന. സ്ട്രക്ചറൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ കുടലിലെ കേട് നിമിത്തം ഉണ്ടാകുന്ന, ഇൻഡസ്ട്രിയൽ ട്രാക്റ്റിൽ ഉണ്ടാകുന്ന കേടുകൾ നിമിത്തം, അതായത് ഡിസെൻട്രി നമുക്കറിയാം, അപ്പൻഡിസൈറ്റിസ്, അല്ലെങ്കിൽ ഹെർണിയ, അല്ലെങ്കിൽ ഇൻഡോസസെപ്ഷൻ, ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ നമുക്ക് കോളിക്ക് ഉണ്ടാവും. അപ്പൊ അത് സ്ട്രക്ചറൽ ചേഞ്ചസ് എന്ന് പറയും. പിന്നെ സ്ട്രാങ്കുലേഷൻസ് കോളിക്ക്. സ്ട്രാങ്കുലേഷൻ കോളിക്ക് എന്ന് പറയുമ്പോൾ കുടലിൽ കൂടി മലം പോകാതെ കെട്ടി അടഞ്ഞു നിൽക്കുന്ന അവസ്ഥയ്ക്കാണ് സ്ട്രാങ്കുലേഷൻസ് കോളിക്ക് എന്ന് പറയാം. പിന്നെ സ്റ്റിച്ചിങ്, കുടലുകൾ തമ്മിൽ പിരിഞ്ഞു പോയിട്ട് കോളിക്ക് ഉണ്ടായാൽ സ്റ്റിച്ചിങ് കോളിക്ക് എന്ന് പറയും. പിന്നെ കോളിക്ക് റുമാറ്റിക്ക. കോളിക്ക് റുമാറ്റിക്ക എന്ന് പറഞ്ഞാൽ പാദങ്ങളിലും ദേഹത്തും തണുപ്പ് തട്ടിയത് നിമിത്തം ഉണ്ടാകുന്ന രോഗത്തിനെയാണ് കോളിക്ക് റുമാറ്റിക്ക എന്ന് പറയുന്നത്. അപ്പൊ ഈ പലതരത്തിലുള്ള കോളിക്കുകളുണ്ട്. പക്ഷെ എല്ലാ കോളിക്കിന്റെയും പ്രധാന സ്വഭാവം ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ ലക്ഷണങ്ങൾ ഏതാണ്ട് ഒന്ന് തന്നെയായിരിക്കും. വേദന തെറുത്ത് കയറുന്നത് പോലെയോ, പിടിച്ചു ഞെരുക്കുന്നത് പോലെയോ, പിരിക്കുന്നത് പോലെയും സ്വല്പസമയം ഇടവിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സാധാരണയായി പൊക്കിളിന്റെ ചുറ്റുമാണ് വേദന ഉണ്ടാകാറുള്ളത്. ചിലപ്പോൾ രണ്ടു വശങ്ങളിലും സ്ഥാനം മാറിയും നോവുണ്ടായിരിക്കും. പുറമെ അമർത്തിയാൽ സാധാരണ ആശ്വാസമാണ് ഉണ്ടാകാറുള്ളത്. എന്നാൽ ചിലപ്പോൾ ഇതുകൊണ്ട് വേദന വർദ്ധിക്കുന്നതായിട്ടും കാണാം. ചിലപ്പോൾ പ്രത്യേകിച്ച് യാതൊരു വ്യത്യാസവും ഇല്ലാതിരിക്കുകയും ചെയ്യും. ചൂട് പിടിച്ചാൽ വേദന സാധാരണ ആശ്വാസപ്പെടാറുണ്ട്. തണുപ്പ് കൊണ്ട് വർദ്ധിക്കുന്നത് സാധാരണമായി കാണാം. കുടലിലെ ഇരപ്പ്, ഇത് കുടൽ ക്രമം കെട്ട് ചുരുങ്ങുന്നത് ഹേതുവായിട്ട് അതിലുള്ള വായുവും വെള്ളവും മാറുന്നത് കൊണ്ടുണ്ടാകുന്നതാണ്. ഇത് നമുക്ക് തൊട്ട് നോക്കിയാൽ നമുക്ക് അറിയാവുന്നതാണ്. വായു കെട്ടി കുടലിന്റെ ചില ഭാഗങ്ങൾ വീർക്കാറുണ്ട്. ഇത്തരം കോളിക്ക് മനസ്സിലാക്കണമെങ്കിൽ പുക്കിൾ തൊടി കുഴിഞ്ഞും വയറ് ഒട്ടിയും ഇരിക്കുന്ന കേസുകളാണ് ഇങ്ങനെയുള്ള കേസുകളായിട്ട് നമ്മൾ കണക്ക് കൂട്ടുന്നത്. സാധാരണ കോളിക്കിനോട് കൂടി കോൺസ്റ്റിപ്പേഷനാണ് കാണാറ്. ഡയറിയ വളരെ കുറച്ചായിട്ടേ കാണാറുള്ളൂ. പിന്നെ കോളിക്കിനോട് കൂടി ചില ആളുകളിൽ ഓക്കാനം, ഛർദി, ഏമ്പക്കം ഇവയെല്ലാം ഉണ്ടാകാറുണ്ട്. തണുത്ത വിയർപ്പ്, തളർച്ച, സംഭ്രമം, ഭയം എന്നെല്ലാം ഈ രോഗത്തോടു കൂടി നമുക്ക് കാണാറുണ്ട്. സ്വസ്ഥതയില്ലാതെ കിടന്നുരുളുക, എപ്പോഴും എഴുന്നേൽക്കുക, കിടക്കുക, തുരുളുക, വല്ലതും വയറ്റിന്മേൽ വെച്ച് അമർത്തുക, മലവിസർജനത്തിനുള്ള ശ്രമിക്കുക മുതലായ പല ലക്ഷണങ്ങളും ഇതിനോടനുബന്ധിച്ച് ഉണ്ടായി കാണാറുണ്ട്. ചിലപ്പോൾ സ്വല്പം മാത്രം അനങ്ങിയാൽ വേദന വർദ്ധിക്കാറുമുണ്ട്. നോവ് 1 മണിക്കൂർ നേരമോ അതിലധികമോ സമയമോ നിൽക്കാറുമുണ്ട്. വായു കെട്ടി ഉണ്ടാകുന്ന നോവ് വായു പോകുന്നതിനാലും ദഹനക്കേട് കൊണ്ടുണ്ടാകുന്ന ഛർദിയോ അതിസരിക്കുകയോ ചെയ്യുന്നതിനാലും തണുപ്പ് കൊണ്ടുള്ളത് ദേഹം വിയർക്കുന്നതിനാലും ആശ്വാസപ്പെടുന്നതാണ്. ഇതിലെ പ്രധാനമായ മെഡിസിൻ എന്ന് പറയുമ്പോൾ ബയോകെമിക്കലിലേക്ക് വരുമ്പോൾ കോളിക് അറ്റ് മെൻസ്ട്രൽ പീരീഡ് ആൾട്ടർനേറ്റ് വിത്ത് മൈഫോസ് ആൻഡ് ഫെറംബോസ്. കോളിക് അറ്റ് മെൻസ്ട്രൽ പീരീഡ് ആൾട്ടർനേറ്റ് വിത്ത് ഫെറംബോസ് ആൻഡ് മൈഫോസ്. പിന്നെ മൈഫോസ് ഇതിന് കോളിക്കിന് ഒരു പ്രധാന മെഡിസിൻ തന്നെയാണ്. സ്പാസം, അമലിയേഷൻ വിത്ത് ഹീറ്റ്, ബെൻഡിങ് ഡബിൾ, ബെൽറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഏമ്പക്കം, വായു പോകൽ, തികട്ടൽ എന്നൊക്കെ ഇതിനർത്ഥം പറയും. പിന്നെ ഇതിന് സാധാരണ രീതിയിൽ ഇത്തരം കോളിക്കുകൾ വരുമ്പോൾ മൈഫോസ് ആൾട്ടർനേറ്റ് വിത്ത് കാൽക്കേറിയ ഫോസ് ആണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുക. പിന്നെ കാൽക്കേറിയ ഫോസ് ഞാൻ പറഞ്ഞു, അത് മൈഫോസിന്റെ അതേ സിംറ്റം തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും കൂടി ആൾട്ടർനേറ്റ് ചെയ്ത് കൊടുക്കാണ്ട് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത്. പിന്നെ നൈട്രസ് സൾഫിലേക്ക് നമ്മൾ പോകുമ്പോൾ നോസിയ, റച്ചിങ് എന്ന് പറഞ്ഞാൽ പെയിൻഫുൾ അറ്റംപ്റ്റ്സ് ടു സ്ട്രെയിൻ ടു വോമിറ്റിംഗ് എന്നുള്ളതാണ് അർത്ഥം റച്ചിങ് എന്ന് പറയുമ്പോൾ. അപ്പൊ നോസിയ, റച്ചിങ്, വോമിറ്റിംഗ്, ബിറ്റർ ടേസ്റ്റ് ഇൻ ദി മൗത്ത് മുതലായവയാണ്. ഗോൾസ്റ്റോൺ കോളിക്കിനാണ് പ്രധാനമായിട്ട് നൈട്രസ് സൾഫർ നമ്മൾ ഉപയോഗിക്കുക. നൈട്രം ഫോസ് എന്ന് പറഞ്ഞാൽ കോളിക്ക് കോസ്ഡ് ബൈ വേംസ്, അസിഡിറ്റി,
മുതലായ കാരണങ്ങൾ ഉണ്ടാവുക, വേംസ് ഉണ്ടാവുക. ഈ കോളിക്കിന് സാധാരണ കുട്ടികളിൽ ഉണ്ടാകുമ്പോൾ നൈട്രം ഫോസും കാൽക്കേറിയ ഫോസും ആൾട്ടർനേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. നൈട്രം ഫോസ് ആണ് പ്രധാന മെഡിസിൻ. നൈട്രം ഫോസും കാൽക്കേറിയ ഫോസും കൂടി ആൾട്ടർനേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് പതിവ്. പിന്നെ കാലി സൾഫ് എന്ന് പറഞ്ഞാൽ കോളിക്ക് വിത്ത് വാണ്ടറിങ് പെയിൻ, കോൾഡ് ഫീലിംഗ് ഇൻ ദി അബ്ഡോമൻ, അമിനോറിയ, ഇൻഎഫക്ച്വൽ അർജിങ് ടു സ്റ്റൂള്, ഈവനിങ് അഗ്രിവേഷൻ, ഇതെല്ലാം കാണുമ്പോൾ കാലി സൾഫ് നമുക്ക് ഉപയോഗിക്കാം. കാലി സൾഫ് ഏതാണ്ട് പൾസാറ്റിലാടെ അതേ സിംറ്റംസ് ഒക്കെ തന്നെയാണ് കാലി സൾഫിന് വരുന്നത്. പിന്നെ നൈട്രമൂർ ആണെങ്കിൽ സ്വെല്ലിംഗ്, സ്റ്റൂൾ ആൻഡ് വൊമിറ്റിങ് കാണുമ്പോൾ നൈട്രമൂർ ഉപയോഗിക്കാം. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം 3-4 മെഡിസിൻ്റെ ഈ ഓൾട്ടർനേഷൻ കൊണ്ട്, അതായത് ഞാൻ ആദ്യം പറഞ്ഞു ഡിസമിനോറിയ കേസിൽ പറമ്പോസ്, മാഗ്ഫോസ്, മറ്റ് സാധാരണ കോളിക്ക് മാഗ്ഫോസ്, കാൽക്കേറിയ ഫോസ്, പിന്നെ ഗോൾസ്റ്റോൺ കോളിക്ക് നൈട്രം സൾഫ്, പിന്നെ വേംസ് കോളിക്ക് നൈട്രം ഫോസ് ആൻഡ് പിന്നെ കാൽക്കേറിയ ഫോസ്, കാലി സൾഫ് പിന്നെ വിൻഡ് കോളിക്ക് വാണ്ടറിങ് ഷിഫ്റ്റിംഗ് പെയിൻ, സോവർ സ്മെല്ലിങ്, നൈട്രമോൾ. ഇത്രയും കാര്യം കഴിയുമ്പോഴത്തേക്കും കോളിക്ക് നമ്മൾ ഏതാണ്ട് നമ്മുടെ ഇടയ്ക്ക് വരുന്ന ഒരുമാതിരി സിംറ്റംസിനൊക്കെ നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയും. മിക്കവാറും ഒക്കെ കഴിയും എന്നാണ് ഉള്ള വിശ്വാസത്തിലാണ് ഞാൻ പറയാം. പിന്നീട് ഈ കോളിക്കിന് നമ്മൾ ഹോമിയോപ്പതിയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഹോമിയോപ്പതിയിൽ കുറച്ച് മെഡിസിൻസ് നമുക്ക് സ്പെസിഫിക് ആയിട്ട് തന്നെ എടുക്കാൻ പറ്റും. ഒന്ന് ഭക്ഷണദോഷം നിമിത്തം വായു കെട്ടി ഉണ്ടാകുന്ന കോളിക്കിനാണെങ്കിൽ ചൈന, നക്സോമിക്ക, പൾസാറ്റില. വയറ് പൊട്ടിപ്പോകുമെന്ന് തോന്നുന്ന വിധത്തിൽ വായു കെട്ടി വീർക്കുകയും ധാരാളം ഏമ്പക്കം പോവുകയും ചെയ്താൽ കാർബോവെജിറ്റബിൾസ്. പല ഭാഗങ്ങളിലും വായു കെട്ടി വീർക്കുകയും നെഞ്ചിൽ കുത്തിപ്പറിക്കുന്ന പോലുള്ള വേദനയും പരിഭ്രമവും കണ്ടാൽ ശമമില്ല. വാരിയെല്ലുകൾക്കിടയിൽ വായു കെട്ടുകയും വായു പോയാൽ ആശ്വാസം ഇല്ലാതിരിക്കുകയും പൊക്കിളിന്റെ ഭാഗത്ത് നോവോട് കൂടി വയറ് ഉള്ളിലേക്ക് വലിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഓക്കാനിക്കുകയും ചെയ്യുമ്പോഴാണെങ്കിൽ ഓക്കുലസ് ഇൻഡിക്കസ്. ആമാശയത്തിൽ വായു കെട്ടുകയും ഏമ്പക്കം തുറന്നു പോകാൻ പ്രയാസവും ഉണ്ടായിരിക്കുകയും മലമൂത്ര വിസർജനത്തിനുള്ള തോന്നൽ ഇടയ്ക്കിടെ ഉണ്ടാവുകയും ചെയ്താൽ നക്സോമിക്ക. സ്വല്പ ഭക്ഷണം കഴിച്ചാലും വായു കെട്ടി വീർത്താല് ലൈക്കോപോഡിയം. വ്യോമോട് കൂടി കഫവും പിത്തവെള്ളവും ഛർദ്ദിക്കുകയും തളർച്ച, മെലിച്ചിൽ, രോഗിക്ക് ഒരു പ്രാകൃത ഭാവം ഒക്കെ വന്നാൽ ആശ്രയിക്കാറുണ്ട്. ദഹനക്കേടുമുള്ള ആളുകൾക്ക് വായു കെട്ടി ഉണ്ടാകുന്ന നോവ് ഉടലുകൾ ചുറ്റിപ്പിരിയുന്നത് പോലെയും നോവ് ഇടവിട്ടുണ്ടായിരിക്കുകയും പിറകോട്ട് വളയുന്നതിനാലും നിവർന്നു നടക്കുന്നതിനാലും ആശ്വാസപ്പെടുകയും ചെയ്താൽ ഡയസ്കോറിയ. വെട്ടിമുറിക്കുന്നത് പോലെയും പിടിച്ചു ചുരുക്കുന്നത് പോലെയുള്ള വേദന ഇടവിട്ട് വന്നുകൊണ്ടിരിക്കുകയും കല്ലുകൾക്കിടയിൽ ഞെരുക്കുന്നത് പോലെ പൊക്കിളിന്റെ സമീപത്ത് ഉണ്ടാവുകയോ 2 വശങ്ങളിലും ആരംഭിച്ച് മധ്യഭാഗത്ത് അവസാനിക്കുകയോ ചെയ്യുകയും ചുരുണ്ടു കൂടുന്നതിനാലോ കമിഴ്ന്ന് കിടക്കുന്നതിനാലോ എന്തെങ്കിലും കട്ടിയുള്ള സാധനം വച്ച് അമർത്തുന്നതിനാലോ നോവിന് ആശ്വാസം ഉണ്ടായാൽ കൊളോസിൻഡം. കൊഴുപ്പുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നോവിന് പൾസാറ്റില്ല. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ 3-4 പൾസാറ്റിലെ കൊഴുപ്പുള്ള ഭക്ഷണമാണെങ്കിൽ പൾസാറ്റില്ല. സാധാരണ കോളിക്കിന് കൊളോസിൻഡ്, അല്ലെങ്കിൽ പുറകോട്ട് വളഞ്ഞാൽ കുറയുമെന്നെങ്കിൽ ഡയസ്കോറിയ, ഭയങ്കര ക്ഷീണവും ഒക്കെ വരുന്ന നോവ് ഉണ്ടെങ്കിൽ പിത്തവെള്ള ഛർദിയൊക്കെ ആയിട്ട് വരുന്നൊക്കെ അല്ലെങ്കിൽ ആസനിക അനുഭവം. കുറച്ച് ഭക്ഷണം കഴിച്ചാലും വായു കെട്ടി വീർക്കുന്നു എന്ന് പറയുന്നതാണ് ലൈക്കോപോഡിയം. പിന്നെ എപ്പോഴും വയറുവേദനയോട് കൂടി മലമൂത്ര വിസർജനത്തിന് ഉള്ള തോന്നലുണ്ടായാൽ നക്സോമിക്ക. ഇങ്ങനെ പിന്നെ വാരിയലുകൾക്കിടയിൽ വേദന വരികയാണെങ്കിൽ കോക്കുലസ് ഇൻഡിക്കസ്. വേദനയും സംഭ്രമവും ഉണ്ടാവുകയാണെങ്കിൽ ചമമില്ല. വായു കെട്ടി ഏമ്പക്കം പോയാൽ ആശ്വാസം വരികയാണെങ്കിൽ കാർബോവെജിറ്റബിൾസ്. ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഈ കോളിക്കിന് നമുക്ക് പെട്ടെന്ന് തന്നെ ചികിത്സയിലേക്ക് എത്താൻ പറ്റും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അത്രയും പറഞ്ഞുകൊണ്ട് കോളിക്കിൽ നിന്ന് നമുക്ക് കോൺസ്റ്റിപ്പേഷനിലേക്ക് മാറാം. കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മലം പോകാതെ കുറെ അധിക സമയം മലവാഹിനിയിൽ കെട്ടി നിൽക്കുന്ന അവസ്ഥയാണ് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയാം. വേദന വേണ്ട പോലെ പോകാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഇതിന് കോൺസ്റ്റിപ്പേഷനായിട്ട് വരും. കോൺസ്റ്റിപ്പേഷൻ ചെറിയ കുട്ടികൾക്ക് ഒരു
3 അധികം പ്രാവശ്യം ദിവസം പരിശോധന വേണം. പ്രായപൂർത്തി വരുന്ന ഒരാൾക്ക് ദിവസത്തിൽ 1 അഥവാ 2 പ്രാവശ്യം പരിശോധന ഉണ്ടായാൽ മതിയാവും. പ്രായം കുറച്ചുകൂടെ പ്രായം ചെന്ന ആൾക്കാർക്കാണെങ്കിൽ ഒരാഴ്ചയിൽ 2 or 3 പ്രാവശ്യം മലം പോയാലും അവർക്ക് വേറെ പല പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. അപ്പൊ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായ ഒരു കാരണം. പിന്നെ മലബന്ധം ഉണ്ടാകുന്ന ആളുകളിൽ മലബന്ധം മാത്രമല്ല, അതിനോട് അനുബന്ധിച്ച് തലചുറ്റല്, തലവേദന, നെഞ്ചിടിപ്പ്, ഉന്മേഷക്കുറവ്, ഹെമറോയിഡ്സ്, വയറ്റിൽ വിയർപ്പ്, ഭാരം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരധികം നമ്മളെ സമീപിക്കുക. അപ്പം അനുബന്ധമായിട്ട് ഇങ്ങനെയുള്ള രോഗലക്ഷണങ്ങളും കൂടി വരാം. ഇനി കാരണങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ദഹിച്ച് ദേഹത്തിൽ ചേരുവാൻ പ്രാപ്തിയില്ലാത്ത തരം ഭക്ഷണ സാധനങ്ങളാണ് പ്രധാനം. ദഹിച്ച് ദേഹത്തിൽ ചേരുവാൻ പ്രാപ്തിയില്ലാത്ത തരം ഭക്ഷണ സാധനങ്ങൾ. പിന്നെ കുടലിന്റെ ഉള്ളിലെ മ്യൂക്കസ് മെമ്പറൈനിലെ പഴകിയ നീർക്കെട്ട്, അതായത് മ്യൂക്കസ് മെമ്പറൈനിൽ പഴകിയ നീർക്കെട്ട്, ക്രോണിക് കറ്റാർജ് ഓഫ് ദി ഇൻറ്റസ്റ്റൈനൽ മ്യൂക്കസ് മെമ്പറൈനിൽ കുടലിന്റെ ചലനത്തിന് ഭംഗം നേരിടുന്നതിന്. അപ്പൊ ഈ ക്രോണിക് ഇൻറ്റസ്റ്റൈനൽ നീർക്കെട്ട് കുടലിന്റെ ചലനത്തിന് സൃഷ്ടിക്കുന്നുണ്ട്, ചലനത്തിന് വിഘാതം സൃഷ്ടിക്കുന്നതുകൊണ്ട് വരാറുണ്ട്. പിന്നെ ഈ രോഗം കൊണ്ട് ശരീരത്തിൽ ആകപ്പാടെ ക്ഷീണത്തിന്റെ ഒരു ഭാഗം, അതായത് വിളർച്ച എന്ന് പറയുന്ന അനീമിയ ഉണ്ടാകുന്ന ആളുകളിലും കോൺസ്റ്റിപ്പേഷൻ പറയാറുണ്ട്. അനീമിയ കൊണ്ടുണ്ടാകുന്ന വിളർച്ചയുടെ ഒരു ഭാഗം കുടലിനെയും ബാധിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്. പിന്നെ അധിക നാള് വയറിളക്കി ശീലിച്ചതിന്റെ ഫലമായിട്ട് ചില ആളുകൾ കോൺസ്റ്റിപ്പേഷനായിട്ട് വരാറുണ്ട്. മലബന്ധം കൃത്യസമയത്ത് ആവശ്യം തോന്നുമ്പോഴും തുടർച്ചയായി മലവിസർജനം അടക്കി വയ്ക്കിയ ആളുകളിൽ ഈ പിന്നീട് മലബന്ധം ഉള്ളതായിട്ട് അവർ വന്ന് കംപ്ലൈന്റ് ചെയ്യാറുണ്ട്. അപ്പൊ സ്പൈനൽ കോഡിന്റെ കേട് നിമിത്തം കേട് തട്ടി ആ കുടലിന്റെ മാംസകളിൽ പ്രേരിപ്പിക്കാതിരിക്കുന്ന ഒരവസ്ഥ, അത് സ്പൈനൽ കോഡിന്റെ തട്ടും അടി അങ്ങനെയുള്ള കാരണത്തിൽ പിന്നെ വയറ്റിൽ നിന്ന് പോകാതിരിക്കുന്ന അവസ്ഥ. പിന്നെ കറുപ്പ് ഈയം മുതലായ വസ്തുക്കള് ഇൻഡസ്ട്രിയിൽ പോയി കഴിഞ്ഞാൽ അതുകൊണ്ടും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാറുണ്ട്. പിന്നെ മൂത്ര ഒഴിവ് അല്ലെങ്കിൽ ക്രമം കെട്ട വിയർപ്പ് മുതലായ കാരണങ്ങളാൽ ശരീരത്തിൽ നിന്ന് ധാരാളം വെള്ളം പോകുന്ന അവസ്ഥ ഉണ്ടാവുകയാണെങ്കിലും അവിടെയും കോൺസ്റ്റിപ്പേഷൻ നമുക്ക് ഉണ്ടാവാറുണ്ട്. പിന്നെ നേരിയ മാവ് കൊണ്ടുള്ള ആഹാര സാധനങ്ങൾ നമ്മൾ സാധാരണ പറയാറുണ്ട്, പൊറോട്ടയൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുന്നു, സ്ഥിരമായി കഴിക്കാം, എപ്പോഴും കഴിക്കുന്ന കാര്യമല്ല, കഴിച്ചു വരുന്ന ആളുകളിലൊക്കെ തന്നെ ഇങ്ങനെയുള്ള നാരുകളുടെ അഭാവം കൊണ്ട് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ മലബന്ധത്തിന് കാരണങ്ങൾ ആയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. മെഡിസിൻ നമ്മൾ കൊടുത്തിട്ട് കാര്യമില്ല. പിന്നെ മെഡിസിനിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ബയോകെമിക്കലിലേക്ക് വരുമ്പം ഏറ്റവും പ്രധാനം നൈട്രംബൂറാണ്. ഡ്രൈ മ്യൂക്കസ് മെംബ്രെയിൻ ഇൻ ദി റെക്ടം, സ്റ്റൂൾ ഹാർഡ് ആൻഡ് ഡ്രൈ ആൻഡ് ഡിഫിക്കൽട്ട് ടു പാസ്, ഹെമറോയിഡൽ കോൺസ്റ്റിപ്പേഷൻ വിത്ത് ഫ്ലഷി പീപ്പിൾ എന്നുള്ളതാണ് നൈട്രംബൂറിന്റെ സിംറ്റംസ് പറയാം. കാലിമൂർ, കോൺസ്റ്റിപ്പേഷൻ വിത്ത് വൈറ്റ് കോട്ടഡ് ടങ്, ലോങ് സ്റ്റാൻഡിങ് കേസസ് ഓഫ് കോൺസ്റ്റിപ്പേഷൻ, ഫാറ്റ് ആൻഡ് മിൽക്ക് അഗ്രിവേറ്റ്. കോൺസ്റ്റിപ്പേഷൻ കാലിമൂറാണ്. സാധാരണ രീതിയിൽ കാലിമൂർ കൊടുക്കുമ്പോൾ അതിനോട് അനുബന്ധമായിട്ട് ഫെറംബോസ് കൂടെ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഫെറംബോസ് ആൾട്ടർനേറ്റ് കാലിമൂറാണ് ഇത്തരം കേസുകളിൽ കൂടുതലായിട്ട് നമുക്ക് പ്രയോജനപ്രദമാകുന്നത്. പിന്നെ കാലിഫോസ് എന്ന് പറയുമ്പോഴത്തേക്കും ഡാർക്ക് ബ്രൗൺ സ്റ്റൂള്, അതൊന്നും ഇപ്പം നമുക്ക് ഈ ഡാർക്ക് ബ്രൗൺ സ്റ്റൂൾ എന്നൊക്കെ ഇതേ കാണുള്ളൂ. കാരണം വെച്ചാൽ ക്ലോസറ്റിൽ നിന്നും പോകുമ്പോൾ ഡാർക്ക് ബ്രൗൺ സ്റ്റൂളൊന്നും നമുക്കിപ്പം അതിൻ്റെ പ്രാധാന്യം കിട്ടത്തില്ല. പക്ഷെ ഇനാക്റ്റീവ് ഇൻ റെക്ടം അതൊരു പ്രധാനമാണ്. ആക്റ്റീവ് അല്ലാത്തൊരവസ്ഥ, പരാലിസിസ് ഓഫ് റെക്ടം, അല്ല നെർവസ് ആൻഡ് മെന്റൽ ആങ്സൈറ്റി, ഇതെല്ലാം രോഗത്തിന് കാരണമാകുന്നുവെങ്കിൽ അത് കാലിഫോസ് ആണ് മെഡിസിൻ. പിന്നെ കാൽക്കേരിയ ഫ്ലൂർ എന്ന് പറയുന്നത്, കാൽക്കേരിയ ഫ്ലൂറിന്റെ പ്രധാനം ഹെമറോയിഡ്, പ്രൊലാപ്സ് ഓഫ് ദി റെക്ടം, ഇനബിലിറ്റി ടു എക്സ്പെൽ ഫീസസ് എന്നാണ് കാൽക്കേരിയ ഫ്ലൂർ പറയുന്നത്. പിന്നെ കാൽക്കേരിയ ഫോസിലേക്ക് വരുമ്പോൾ അസോസിയേറ്റഡ് വിത്ത് മെന്റൽ ഡിപ്രഷൻ കൊണ്ട് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ കാലിഫോസും കാൽക്കേരിയ ഫോസും കൂടെ കാൽക്കേരിയ ഫോസും കൂടെ ഓൾട്ടർനേറ്റ് ചെയ്ത് കൊടുക്കും, മിക്സ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാൻ പറയുന്നു.
പിന്നെ നൈട്രംബോസിന്റെ ഒരു പ്രധാനം ഒബ്സ്റ്റിനേറ്റ് കോൺസ്റ്റിപ്പേഷൻ എന്നാണ് പറയാ. അതിന് ഹാബിച്വൽ കോൺസ്റ്റിപ്പേഷൻ നൈട്രംബോസിന്റെ സിംറ്റമാണ്. പ്രത്യേകിച്ച് ഹാബിച്വൽ കോൺസ്റ്റിപ്പേഷൻ ഇൻ ദ യങ് ചിൽഡ്രൻ. അതാണ് അതിന്റെ ഒരു ഇത്. ഈ റെമഡി സാധാരണ രീതിയിൽ നമ്മൾ ലാക്സേറ്റീവ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. സാധാരണ രീതിയിൽ ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളിലും ഇൻഫന്റുകളിലും ഒക്കെ ഭക്ഷണത്തോടു കൂടി 5 മുതൽ 10 വരെ ഗ്രെയിൻ 3 നേരം കൊടുത്തുകൊണ്ട് വലിയ അപകടമൊന്നുമില്ല, വലിയ കുഴപ്പമില്ലാതെ ഇൻഫൻസിലും ചിൽഡ്രൻസിലും ഒക്കെ. അതാ കുട്ടിയുടെ പ്രായം കണക്ക് കൂട്ടി 5 മുതൽ 10 വരെ ഗ്രെയിൻസ് 3 ദിവസം ആഹാരത്തിനോട് കൂടെ തന്നെ നമ്മൾ നൈട്രംബോസിലൂടെ കൊടുത്തുകൊണ്ട് കഴിഞ്ഞാൽ ഹാബിച്വൽ ആയിട്ടുള്ള പിന്നെ ഇൻഫന്റൈൽ കോൺസ്റ്റിപ്പേഷൻസ് അല്ലെങ്കിൽ ചൈൽഡ് കോൺസ്റ്റിപ്പേഷൻ മാറിക്കിട്ടും നൈട്രംബോസിന്റെ. പിന്നെ ഫെറംബോസ് ഞാൻ നേരത്തെ പറഞ്ഞു. പ്രൊലാപ്സ് ഓഫ് ഏനസ് അല്ലെ പ്രൊലാപ്സ് ഓഫ് റെക്ടം ഇതൊക്കെ പറയുമ്പോഴത്തേക്കും ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇത് രക്തമാണ് പ്രൊലാപ്സ് ചെയ്യുന്നത്, ഏനസ് ആണ് പ്രൊലാപ്സ് ചെയ്യുന്നത് എന്നൊക്കെ പറയാനും കണ്ടെത്താനും ഒക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയുണ്ട്. വളരെ കൂടുതൽ സീരിയസ് ആണെങ്കിൽ നമ്മൾ ഇതൊക്കെ പറഞ്ഞു കേട്ടിട്ട് അനുസരിച്ച് നമ്മൾ പോകുമ്പം കാൽക്കേരിയ ഫ്ലോറും ഫെറംബോസും കൂടെ ഓൾട്ടർനേറ്റ് കൊടുത്താൽ ഒരുമിക്കാതെ പ്രൊലാപ്സ്, അതായത് മലദ്വാരം പുറത്തേക്ക് തള്ളി വരുന്നു എന്ന് പറഞ്ഞ കേസുകളിലൊക്കെ തന്നെ നമുക്ക് കോൺസ്റ്റിപ്പേഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് കാൽക്കേരിയ ഫ്ലോറും ഫെറംബോസും കൂടെ ഓൾട്ടർനേറ്റ് ചെയ്തത്. പിന്നെ സൈലീഷ്യ എന്ന് പറയുന്ന ഇതിനെ സംബന്ധിച്ച് അവർക്കറിയാം, പകുതി മലം പുറത്തേക്ക് വന്നിട്ട് ഉള്ളിലോട്ട് കയറിപ്പോകുന്ന എന്ന് പറഞ്ഞിട്ട് നമ്മളെ അന്നൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് കൺസ്ട്രക്ഷൻ. അതായത് നമ്മൾ മലം പോകുമ്പോൾ മലദ്വാരത്തിലുണ്ടാകുന്ന വേദന കൊണ്ട് അല്ലെങ്കിൽ ചുരുക്കം കൊണ്ട് വേദന ഉണ്ടാകുന്ന കേസുകളിലാണ് നമ്മൾ മിക്കവാറും സൈലീഷ്യ നോക്കുന്നത്. സോർനെസ് ആൻഡ് പെയിൻ ഇൻ ഏനസ് ആണ് ഇതിന്റെ പ്രധാന കണ്ടീഷൻസ് സൈലീഷ്യ. ഇവിടെ നമ്മൾ കോൺസ്റ്റിപ്പേഷനിലേക്ക് നമ്മൾ ഹോമിയോപ്പതി മെഡിസിനിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത്, പെട്ടെന്നുണ്ടാകുന്ന ഒരു മലബന്ധം, മലശോധനയ്ക്ക് ആഗ്രഹം ഇല്ലാതെ ഇരിക്കുന്ന ആൾക്കാർ പെട്ടെന്നുണ്ടായതുമാണ്. മലശോധനയ്ക്കൊന്നും ഒരു ആഗ്രഹവും ഇല്ലെങ്കിൽ ഓപ്പിയം കൊടുത്തു കഴിഞ്ഞാൽ കുറയും. ഓപ്പിയം. രണ്ടാമത് മുല കുടിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാകുന്ന മലബന്ധമാണെങ്കിൽ അലുമിനിയം ആൾട്ടർനേറ്റ് വിത്ത് മാഗ്നീഷ്യം 100 കൊടുക്കുകയാണ് സാധാരണ ചെയ്യാറ്. അലുമിനിയം ആൾട്ടർനേറ്റ് വിത്ത് മാഗ്നീഷ്യം 100. പിന്നെ ആട്ടിൻകാഷ്ണം പോലെ കറുത്തുരുണ്ട മലം ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ പോവുകയും പലപ്പോഴും വയറ്റിൽ കഠിനമായ നോവ് അനുഭവപ്പെടുകയും ചെയ്യുന്നു എന്ന് പറയുന്ന കേറുകൾക്ക് പ്ലംബം മറ്റാണ് മെഡിസിൻ വരിക. യാത്ര പോകുന്ന സ്ഥിരം യാത്ര ഉണ്ടാകുന്ന യാത്രക്കാർക്ക് ഉണ്ടാകുന്ന പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്കും ഒക്കെ മലബന്ധം എന്ന് പറയുകയാണെങ്കിൽ അതിനുപയോഗിക്കുന്ന മെഡിസിൻ പ്ലാറ്റിനയാണ്. ഹെമറോയിഡ് സംബന്ധിച്ച് ഉണ്ടാകുന്ന മെഡിസിൻ ആണെങ്കിൽ സാധാരണ രീതിയിൽ ഒരു യൂഷ്വൽ പ്രിസ്ക്രിപ്ഷൻ രാത്രിയിൽ നാക്സോമിക്കയും രാവിലെ സൾഫറും കുറച്ച് സർട്ടൻ പീരീഡ്സ് തുടർച്ചയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് മാറി കിട്ടാറുണ്ട്. പിന്നെ ഗർഭിണികളാണ് കോൺസ്റ്റിപ്പേഷൻ ആയിട്ട് വരികയാണെങ്കിൽ സെപ്റ്റിയാണ് മെഡിസിൻ വരിക. പ്രായമായവർക്ക് അതിസാരവും പിന്നെ മലബന്ധവും ഇടയിട്ടുണ്ടാകുന്ന അവസ്ഥയുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ആന്റിമണിയം ക്രൂഡം നല്ല റിസൾട്ട് കിട്ടും. വയറിളക്കിയതിന് ശേഷമാണ്, സ്ഥിരമായി വയറിളക്കിയതിന് ശേഷമാണ് മലബന്ധം അനുഭവപ്പെടുന്നതെന്ന് പറഞ്ഞ് വരുന്ന ആളുകളിൽ ഹൈഡ്രാസിസ് ആണ് മെഡിസിൻ വരിക. ഹൈഡ്രാസിസ്. പിന്നെ ഈ പറഞ്ഞ ഔഷധങ്ങളെല്ലാം തന്നെ ഹോമിയോപ്പതി, ഞാനിപ്പോൾ കുറേ ഔഷധങ്ങൾ പറഞ്ഞു, ഇതെല്ലാം തന്നെ താൽക്കാലികമായിട്ടുള്ള പ്രയോജനം നമുക്ക് കോൺസ്റ്റിപ്പേഷൻ നമ്മൾ ചികിത്സിക്കുമ്പോൾ നമുക്ക് കിട്ടാറുള്ളൂ. സാധാരണ രീതിയിൽ അതിന് ശേഷം സൾഫർ, കാൽക്കേരിയ കാർബ്, ലൈക്കോപോഡിയം, സെപ്പിയ, ഗ്രാഫൈറ്റിസ്, കാലികാർബ് ഇതിലേതെങ്കിലും ഒരു ഔഷധം ലക്ഷണാനുസരണം തിരഞ്ഞെടുത്ത് ഒരു 4 ദിവസം അടുപ്പിച്ച് അങ്ങ് കൊടുക്കുക. പിന്നെ കുറേ ദിവസത്തേക്ക് മരുന്ന് കൊടുക്കാതിരിക്കുക. ഈ അവസ്ഥയിൽ മിക്കവാറും ഉള്ള കോൺസ്റ്റിപ്പേഷൻ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അപ്പൊ ഇത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. കോൺസ്റ്റിപ്പേഷന്റെ കാര്യം നമുക്ക് മനസ്സിലാവുന്നു. ഇത്രയും കൊണ്ട് കോൺസ്റ്റിപ്പേഷനിലേക്ക് നമ്മൾ മാറിയിട്ട് അടുത്ത് നമുക്ക് കഫ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകും. കഫ് എന്ന് പറയുന്നത് നമുക്കറിയാം. കഫ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. എല്ലാവരും ഒരു അതുകൊണ്ട് ചുമ ഒരു രോഗമല്ല എന്ന് നമ്മൾ പറയുന്നുണ്ട്. മറ്റു രോഗങ്ങളുടെ ഇടയിൽ ഒരു ലക്ഷണം മാത്രമാണ് ചുമ എന്ന് പറയുന്നത്. പക്ഷെ സാധാരണ ഉണ്ടാകുന്ന കഠിനമായ പല രോഗങ്ങളുടെയും ആരംഭം ചുമയിലൂടെയാണ്.
പ്രധാന ലക്ഷണവും ചുമയായതുകൊണ്ട് അത് നിസ്സാരാണെന്ന് നമുക്ക് പറയാനും പറ്റില്ല. ജലദോഷം, ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ, പ്ലൂറസി, ട്യൂബർകുലോസിസ്, കുറുനാക്ക് നീളുക, യൂള എലോങ്ങേഷൻ അല്ലെങ്കിൽ ടോൺസിൽസ് ഗ്ലാൻഡിന്റെ എൻലാർജ്മെന്റ്, ഇവയെല്ലാം ചുമയാണ് പ്രധാനമായിട്ട് പറയാം. അപ്പൊ ചുമ എന്ന് പറയുന്നത് ഒത്തിരി രോഗത്തിന്റെ ഒരു ലക്ഷണം മാത്രം. നീർവീഴ്ച ഉണ്ടാകുന്ന ചുമയാണെങ്കിൽ കറ്റാറൽ കഫ് എന്ന് പറയുന്നത് ഇത് ജലദോഷം കൊണ്ട് ശ്വാസകോശത്തിന്റെ മ്യൂക്കസ് മെമ്പറൈനിൽ ഉണ്ടാകുന്ന അസഹ്യത മൂലം സംഭവിക്കുന്നതാണ്. ഇത് തണുപ്പ് കാലത്തും ചില പ്രത്യേക കാലങ്ങളിലും ചിലരെ ബാധിച്ച് കാണാറുണ്ട്. പിന്നെ ട്യൂബർകുലോസിസ്, ന്യൂമോണിയ, ബ്രോങ്കൈറ്റിസ് മുതലായ ശ്വാസകോശ രോഗങ്ങൾ സംബന്ധിച്ചതായ ചുമയുണ്ടാവാം. ഇതെല്ലാം ഈ പറഞ്ഞ നീർവീഴ്ച ഉണ്ടാകുന്ന ചുമയിൽ പെടുന്നതാണ്. അല്ലെങ്കിൽ മ്യൂക്കസ് മെമ്പറൈനിൽ, ശ്വാസകോശത്തിന്റെ മ്യൂക്കസ് മെമ്പറൈനിൽ നീർക്കെട്ടുണ്ടാകുന്ന അവസ്ഥയാണ് ഈ പറഞ്ഞതെല്ലാം. പിന്നെ രണ്ടാമത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഗാസ്ട്രിക് കഫ് എന്ന് പറയും. ഗാസ്ട്രിക് കഫ് എന്ന് പറഞ്ഞാൽ സ്റ്റൊമക്ക് സംബന്ധിച്ച് ഉണ്ടാകുന്ന ചുമ. ഇത് വിര കൊണ്ട് ഉണ്ടാകാം. ദഹനേന്ദ്രിയങ്ങൾക്ക് വളരെ കാലമായി ഉണ്ടാകുന്ന ക്ഷീണം, ഡിസ്പെപ്സിയ എന്ന് പറയുന്ന അവസ്ഥ അതുകൊണ്ടുണ്ടാകാം. ലിവർ സംബന്ധമായ രോഗങ്ങൾ കൊണ്ടുണ്ടാവാം. അടിവയറ്റിൽ യൂട്രസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കൊണ്ടുണ്ടാവാം. ഇതിന്റെ എല്ലാ അസുഖങ്ങളുടെ പ്രതിച്ഛായയായിട്ട് ഗാസ്ട്രിക് കഫ് എന്ന് പറയും. ഇതിനെല്ലാം കൂടെ കൂട്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇതാണ് ഗാസ്ട്രിക് കഫ് എന്ന് പറയും. പിന്നെ നെർവസ് കഫ്. നെർവസ് കഫ് എന്ന് പറയുമ്പോൾ സിരകൾക്കുണ്ടാകുന്ന അസഹ്യത മൂലമുള്ള ചുമ. ഹിസ്റ്റീരിയ രോഗമുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും പല്ലുപരവും സമയത്തും ഗർഭിണികൾക്ക് ഉണ്ടാകുന്നതുമായ ഈ വർഗത്തിൽപ്പെടുത്താം. അതായത് നെർവസിൽ ഉണ്ടാകുന്ന സിരകൾക്കുണ്ടാകുന്ന അസഹ്യത മൂലമുള്ള ചുമ, ഹിസ്റ്റീരിയ രോഗമുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്ക് പല്ലു വരുന്ന സമയത്തും ഗർഭിണികൾക്കും ഉണ്ടാകുന്ന ചുമയെല്ലാം നെർവസ് കഫിൽ പെടുത്താം. അപ്പൊ നമ്മൾ 3 തരത്തിലുള്ള കഫ് പറഞ്ഞു. ഒന്ന് ശ്വാസകോശം സംബന്ധമായ കഫ്, ഒന്ന് ഗാസ്ട്രിക് കഫ്, ഒന്ന് നെർവസ് കഫ്. അപ്പൊ ചുമയ്ക്ക് ചികിത്സിക്കുമ്പോൾ ഈ 3 കാരണങ്ങളും നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ഇതിലെ കാരണങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ കാരണത്തിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ചുമയ്ക്ക് മരുന്ന് കൊടുക്കാതെ കാരണത്തിനെ ബേസ് ചെയ്യാൻ ചികിത്സയിലേക്ക് കടക്കേണ്ടതായി. അതല്ലാതെ കണ്ട് നമുക്ക് ചികിത്സ കഫ് എന്ന് മാത്രമുള്ള ഓരോ എൻറ്റിറ്റിയിൽ നമ്മൾ ചികിത്സിക്കുകയാണെങ്കിൽ കഫ് വിത്ത് ഫീവർ, കഞ്ചഷൻ, soreness of the chest, acute painful short tickling cough with rattling of the mucus in chest, worse at night, parampus. Cough with fever, congestion, soreness in chest, acute painful short tickling cough with rattling of mucus in chest, worse at night, parampus. Kalimur, loud noisy cough with grayish white tongue, short acute and spasmodic cough, wheezing rails, white tenacious expectoration, Kalimur. Pinne Calcarea force. This remedy is given intercurrently in all chronic diseases. Expectoration like white of egg, albuminous expectoration എന്ന് പറയാം. Cough, especially children, croupy cough of lean, thin and weak children, it will remove the weakness and prostration. കാൽക്കേരിയ ഫോഴ്സ് നമുക്ക് എപ്പോഴും ചുമയെക്കുറിച്ച് ചിന്തിക്കണം. ഒന്ന് എക്സ്പെക്ടേഷന്റെ കാര്യം ചിന്തിക്കുക. പിന്നെ ലീൻ തിൻ കുട്ടികളാണെങ്കിൽ ചിന്തിക്കാം. അതുപോലെ അങ്ങനെയുള്ള വീക്ക്നെസ് ഉള്ള ആളുകളിലൊക്കെ നമുക്ക് കാൽക്കേരിയ ഫോഴ്സ് ഉപയോഗിക്കാം. പിന്നെ സ്പാസ്മോഡിക് കഫ്, വേഴ്സ് അറ്റ് നൈറ്റ്, റിലീവ്ഡ് ബൈ വാം ഡ്രിങ്ക്സ്, ഡ്രൈ കഫ് ഇൻ ചിൽഡ്രൻ, മൈഫോസ്. കഫ് വിത്ത് വാഷിംഗ് സ്പ്യൂട്ടം, കഫ് വിത്ത് വാട്ടറി സ്പ്യൂട്ടം, tasting salty and fourth ditramode. Cough in children due to worms, nitram force. Cough with fetid expectoration, calcareous sulfur. Cough with yellow slimy expectoration, worse in warm room and evening. Rattling cough and expectoration is more difficult. Kali sulfur.
thick yellow greenish expectoration must press upon the chest to relieve soreness of the chest. Expectoration mucus mixed with pus, nitrum sulfur. Silesia, cough by cold drinks, profuse yellow greenish expectoration like pus, offensive odor. Silesia. But Silesia എന്ന് പറയുമ്പോൾ ഒഫൻസീവ് ഓർഡർ പ്രധാനമായിട്ട് നമുക്ക് നോക്കണം. പിന്നെ നൈട്രസ് സൾഫ് ആകുമ്പോൾ നമ്മൾ ചുമയ്ക്കുമ്പോൾ നെഞ്ച് പിടിക്കുന്നു എന്നുള്ള ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തണം. കാലി സൾഫ് ആണെങ്കിൽ പിന്നെ വാം റൂംസിൽ അഗ്രിവേഷൻ എന്നുള്ള പോയിന്റ് നമ്മൾ എടുക്കണം. നൈട്രം ഫോസ് കാൽക്കരിയ സൾഫ് ആണെങ്കിൽ ഫെറ്റിഡ് എക്സ്പെക്ടേഷൻ എന്നുള്ള പോയിന്റിൽ വരണം. അല്ലെങ്കിൽ നൈട്രം ഫോസ് ആണെങ്കിൽ ചിൽഡ്രൻ എന്നുള്ള പോയിന്റിലേക്ക് വരാം. നൈട്രം മൂറാണെങ്കിൽ വാട്ടറി സ്പ്യൂട്ടം ആൻഡ് മൗത്തില് ഫ്രോത്ത് ഇങ്ങനെ എന്താ പറയാ പത മൗത്തിൽ വന്ന് നിൽക്കുന്ന അവസ്ഥയ്ക്ക് അല്ലെങ്കിൽ പതഞ്ഞ എക്സ്പെക്ടേഷന് നമുക്ക് നൈട്രം മൂറിലേക്ക് പോകാം. മൈഫോസ് ആണെങ്കിൽ പാസ്മോഡിക് കഫ് ആണെങ്കിൽ പോകാം. അതല്ല കാൽക്കരിയ ഫോഴ്സ് ആണെങ്കിൽ കുട്ടികളിലാണെങ്കിൽ കാൽക്കരിയ ഫോഴ്സിലോട്ട് പോകാം. ലൗഡ് നോയ്സിൽ ചുമക്കുകയാണെങ്കിൽ കാലി മൂറിലോട്ട് പോകാം. അല്ല ചെസ്റ്റ് കൺജഷനൊക്കെയാണ് വരുന്നതെങ്കിൽ ഫെറംബോസിലോട്ട് പോകാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശരിക്കും ഹോമിയോപ്പതി ഇതിലായിട്ട് വരുമ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി ഹോമിയോപ്പതിയിലേക്ക് നമ്മൾ ഇതിലേക്ക് കടന്നു പോകുമ്പോൾ ഇതേ കണ്ടീഷൻസിലെല്ലാം തന്നെ നമ്മൾ ഹോമിയോപ്പതി ചികിത്സയിലേക്ക് പോകുമ്പോൾ വരുന്നത് കഫ് accompanying with respiratory diseases from dry cold winds, early stage aconitis. Throat cough, dry and hacking, aggravation, evening and cold belladonna. Chest cough, thirst, apprehension in chest, amelioration by lying quietly, aggravation in cold and motion, bryonia. Cough with sneezing, cough end in sneezing, agaricus. Cough dry or moist, evening aggravation before midnight, aggravation lying down, ripe cold, sometimes involuntary discharge of urine while coughing, pulsatilla. Cough dry and aggravation inspiration, difficult respiration, spongia. Cough dry, hacking and incessant dry day cough, day and cough dry, hacking and incessant day and night cough after measles, sticta pulmonary. Valuable remedy for irritating cough at night, conium maculatum. Cough in daytime, Staphylococcus. Cough damp, cold or cloudy weather, Dulcamara. Chronic cough with enlarged tonsils, Baraita carbo. Especially arrest and cure laryngeal cough with no expectoration and sticky pain in throat, nitric acid. Cough shake the whole body, antimony. Almost incessant cough during pregnancy, calibrate. Cough dry, moist, husky, aggravation evening, before midnight and morning, lying on back, amelioration, phosphorus. Chest cough, amelioration, drinking cold water, sometimes sprouting of urine during coughing, posticum. Cough lying on right side, Merksol. Troublesome cough, paroxysmal cough after aggravation after midnight, Kalika. Troublesome cough with gelatinous and sticky expectoration, aggravation, morning, Kalika. Dry, spasmodic cough at night, aggravation lying down, amelioration, sitting up, eating, throat, hyoscyamus. Constant cough in children, Drosera. After measles cough also, Drosera is affected. Incessant cough, constant cough, sensitiveness to cold rumors. Sensitiveness cold rumors, constant cough, children, Drosera, eating of the throat, hyoscyamus, troublesome cough, Kalibike,
അല്ലെങ്കിൽ ട്രബിൾസം കഫ്, അഗ്രിവേഷൻ ആഫ്റ്റർ മിഡ് നൈറ്റ്, കാർബ്, ഇങ്ങനെ നമുക്ക് ഇത് മുഴുവൻ ഞാൻ ഇനി പുറകിലോട്ട് പറഞ്ഞു പോകേണ്ട സമയമില്ലാന്ന് തോന്നുന്നു. കാരണം മിക്കവാറും നിങ്ങൾക്കെല്ലാം ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അതിൽ പുറകിലേക്ക് പോകണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം എല്ലാവരും ഇത് ഡേറ്റ് ഉപയോഗിക്കുന്ന മെഡിസിൻസ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അടുത്ത നമ്മൾ പോകുമ്പോൾ ക്രൂപ്പ് എന്ന് പറയുന്ന അവസ്ഥ. ക്രൂപ്പ് എന്ന് പറയുന്ന അവസ്ഥ എന്താ വല്ലതും പറയുന്നുണ്ടോ? ഇങ്ങോട്ട് വല്ലതും പറയുന്നുണ്ടോ? എനിക്ക് കേൾക്കില്ല. സാറ് നമ്മുടെ സമയം ഏകദേശം 10:21 ആയുള്ളൂ. 21. ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും എന്നാ സംശയം നിർത്തിയേക്കാം. അടുത്ത പ്രാവശ്യം ഇനി അടുത്തതിലേക്ക് പോവാം. ഗ്രൂപ്പ് പിന്നെ പറയാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ. ഞാൻ എന്റെ ടൈം എത്ര, ഞാൻ 10:30 ഒരു ധാരണയിൽ അങ്ങനെ വിട്ടുപോയതാ. ശരി, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഭാഗത്ത് നിന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ മറുപടി പറയാം. വേറെ എന്തെങ്കിലും കയറി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്ര ഓർമ്മയൊന്നുമില്ല, പ്രായമൊക്കെ ആയതുകൊണ്ട്. കേട്ടോ? ശരി എന്നാ. ഇനി ആർക്കും ഒന്നും ചോദിക്കാനില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോഴും നോക്കാം. ഗ്രൂപ്പ് വേണ്ട, ഇനി ഗ്രൂപ്പ് അടുത്ത പ്രാവശ്യം പറയാം. ഇനി ഇഷ്ടം പോലെ സമയമുണ്ട്. അതെ ആയിക്കോട്ടെ, ഇഷ്ടം പോലെ സമയമുണ്ട്. ഇനിയിപ്പൊ ഇത് നോക്കിയിട്ട് കാര്യം ഇല്ല. ശരി, പറഞ്ഞു. ഓക്കെ, ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാണ്ട് പറഞ്ഞു. സാറിന്റെ ക്ലാസ്സിനെ കുറിച്ചുള്ള കമന്റുകളോ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള സംശയങ്ങളോ ചോദിക്കാനുള്ള സമയമാണ്. 10 മിനിറ്റ് ഇല്ല, 8 മിനിറ്റേ ഉള്ളൂ നമുക്ക്. ഡോക്ടേഴ്സ് എന്തെങ്കിലും സാറിനോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. സാറിന്റെ എക്സ്പീരിയൻസ്, എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആണ് സാറിനുള്ളത്? അപ്പൊ എന്തെങ്കിലും കേസുകളോ ചുമയോ മറ്റ് പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. സാറിന്റെ ക്ലാസ് കേട്ട് ഇരുന്നവർക്ക് ഹാൻഡ് റൈസ് ചെയ്യാം. അഭിപ്രായങ്ങൾ പറയാനുള്ള സമയമാണ്. ആരും ഹാൻഡ് റൈസ് ചെയ്യുന്നില്ലേ? ഇല്ലേ, കുഴപ്പമില്ല, നീ നിർത്താം. അല്ലേ? കുഴപ്പമുള്ള എത്തുന്നല്ലേ. എല്ലാരും ഉണ്ടല്ലോ, എല്ലാരും. ആയിക്കോട്ടെ, കുഴപ്പമില്ല. അല്ല, ഇനി ഹാൻഡ് റൈസ് ചെയ്ത് വരുമ്പോ ചിലപ്പോ കൂടുതൽ പേര് വരും. സ്റ്റാർട്ട് ചെയ്യാനുള്ള ആ ഒരു താമസവും. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ സാറിനോട്? മറിയാമ്മ ഡോക്ടർ വന്നിട്ടുണ്ട്. മറിയാമ്മ ഡോക്ടറെ. അതെ സാറേ, കോൺസ്റ്റിപ്പേഷൻ പറഞ്ഞപ്പോ യാത്രക്കാർക്കും ഡെലിവറി കഴിഞ്ഞവർക്കും എന്നുള്ളതില് ഏതായിരുന്നു പറഞ്ഞത് സാറേ? എനിക്ക് ഇങ്ങോട്ട് കേൾക്കുന്നില്ല, ശരിക്കും ഒന്നുകൂടെ പറയാമോ? കോൺസ്റ്റിപ്പേഷൻ പറഞ്ഞപ്പോഴേ യാത്രക്കാർക്കും ഡെലിവറി കഴിഞ്ഞവർക്കും. ഡെലിവറിക്ക് കഴിഞ്ഞവരെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നോ? യാത്രക്കാർക്ക് പറഞ്ഞു. യാത്രക്കാർക്ക് പ്ലാറ്റിന പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു മിനിറ്റ്, ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. അതായത് പ്ലാറ്റിനാണ് പറഞ്ഞെന്ന് എന്റെ വിശ്വാസം കേട്ടോ. പ്ലംബം മെറ്റിന് ശേഷം പറഞ്ഞതാ. ആട്ടുംകാട്ടം പ്ലംബം മെറ്റ് ഞാൻ പറയാം. ഒരു മിനിറ്റ്, ഞാന് പ്ലംബം മെറ്റ് പറഞ്ഞത് ആട്ടിൻകാട്ടം പോലെ കറുത്തുരുണ്ട മലം പലപ്പോഴും കഠിനമായ നോവോട് കൂടി പോകുന്നതിന് പ്ലംബം മെറ്റും, യാത്രക്കാർക്കുണ്ടാവുന്ന പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്കുണ്ടാകുന്ന മലബന്ധത്തിന് പ്ലാറ്റിനായി പറഞ്ഞ കേട്ടോ. മറിയാമ്മ ഡോക്ടറെ നന്ദി ചോദ്യം തുടങ്ങി വെച്ചതിന്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കേസുകളോ സാറിന് പറഞ്ഞതിലോ സംശയങ്ങളുണ്ടോ ചോദിക്കാൻ? ഇല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും കമന്റുകളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. സലീം കുമാർ ഡോക്ടറെ കണ്ടല്ലോ, ഇപ്പൊ കാണുന്നില്ല. സലീം കുമാർ ഡോക്ടർ ഉണ്ടോ? ധനേഷ് ഡോക്ടർ, സലീം കുമാർ ഡോക്ടർ, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ശാന്താചന്ദ്രൻ മാഡം ഉണ്ട്, അമ്പാടി അമ്മയുണ്ട്, ജയലളിത ഡോക്ടറുണ്ട്. ആരും ഒന്നും പറയുന്നില്ലല്ലോ. ചന്ദ്രമോഹൻ ഡോക്ടർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പറയാൻ പറ്റുന്നില്ലേ? ജയലളിത ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ചന്ദ്രമോഹൻ ഡോക്ടർക്ക് അൺമ്യൂട്ട് ചെയ്യാം. ജയലളിത ഡോക്ടറെ. സാറേ, നല്ല ക്ലാസ് ആയിരുന്നു. സാറിന്റെ എല്ലാ ക്ലാസ്സും ഞാൻ കേൾക്കാറുണ്ട്. ചന്ദ്രമോഹൻ ഡോക്ടർ പ്രയോജനപ്പെടുന്നതാണ്. അപ്പൊ സാറ് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ എഴുതിയെടുക്കാറില്ല. കാരണം സാറ് ക്ലാസ് എടുക്കുന്നതിനൊപ്പം എത്താറില്ല.
അതുകൊണ്ട് ഞാനത് കേട്ടിരിക്കും. എന്നിട്ട് അത് കഴിഞ്ഞ് യൂട്യൂബില് വരുന്ന കഴിയുമ്പോ അതെല്ലാം ഓരോന്നും പോയിന്റ് നിർത്തി 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 എഴുതിയെടുക്കും. അങ്ങനെ എഴുതിയെടുക്കുമ്പോൾ നല്ലപോലെ ക്ലിയർ ആയിട്ട് കിട്ടുന്നുമുണ്ട്. നല്ല ഇഷ്ടവുമാണ് ആ ക്ലാസ്. എല്ലാം പ്രയോജനപ്രദമാണ്. താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ, നന്ദി ജയലളിത ഡോക്ടറെ. ചന്ദ്രമോഹൻ ഡോക്ടറെ വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു നമ്പൂരി ഡോക്ടറുടെ. എന്റെ സുഹൃത്തും പാല ISF പാല യൂണിറ്റ് മുൻ പ്രസിഡന്റും ആജീവനാഥ് മെമ്പറും ഒക്കെയാണ്. ഡോക്ടർക്ക് അഭിനന്ദനങ്ങൾ. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. ചന്ദ്രമോഹൻ ഡോക്ടറെ തുടരണേ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? അത് കഴിഞ്ഞ് ചന്ദ്രമോഹൻ ഡോക്ടർ നന്ദിയും കൂടെ പറയണേ. പാലാ യൂണിറ്റിലുള്ള ആള് തന്നെ ആവട്ടെ. ഓക്കെ, ഇനി ഏതെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ, ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും സംശയങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ വരാം. 2 മിനിറ്റ് ഉണ്ട്. ഇല്ലെന്ന് തോന്നുന്നു. ഇനി ആർക്കും ഒന്നും ചോദിക്കാനില്ല. ജയലളിത ഡോക്ടർ നേരത്തെ ഹാൻഡ് റൈസ് ചെയ്തതല്ലേ? ആണെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ ഇനി നമുക്ക് ചന്ദ്രമോഹൻ ഡോക്ടറെ ക്ഷണിക്കുകയാണ് ഞാൻ നമ്മുടെ നമ്പൂരി സാറിന് നന്ദി പറയുന്നതിന് വേണ്ടി. വളരെ നല്ല ക്ലാസ് എടുത്ത ഡോക്ടർ നമ്പൂരി ഡോക്ടർക്ക് എല്ലാവരുടെയും പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി അറിയിച്ചുകൊള്ളട്ടെ. ഇനിയും ഇതുപോലുള്ള ക്ലാസ്സുകൾ തുടരുക. ഓക്കെ, താങ്ക് യു. നന്ദി ചന്ദ്രമോഹൻ ഡോക്ടറെ. നമ്പൂരി സാർ ഇനി ഇന്നത്തെ ഇതിന്റെ ബാക്കി ക്ലാസ് ഗ്രൂപ്പ് ഇനി അങ്ങോട്ട് ഒത്തിരി ഉണ്ട് സാറിന് പറയാനെന്ന് സാറ് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനിയും സാറിന്റെ ഒരു നല്ല ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഇന്നത്തെ മലയാളം സെഷൻ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം. മനീഷ് ഡോക്ടർ ഉണ്ടോ? മനീഷ് ഡോക്ടർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ഓക്കെ, എല്ലാവർക്കും ശുഭരാത്രി. ശൈല ഡോക്ടറെ സിമ്മ് ശരിയായോ? ശരിയായി. ഒരു എയർടെൽ സിം ശരിയായി. ഇനി BSNL നാളെ ശരിയാക്കണം. എനിക്ക് പറയാമോ ഡോക്ടറെ? വിളിക്കാൻ യാതൊരു നിവൃത്തിയില്ല. എന്റെ ഒന്ന് എയർടെൽ 77 നമ്പറിൽ ഒന്ന് വിളിക്കണേ ഡോക്ടറെ. വ്യാഴം വെള്ളി ശനി ഞായറില്ല. ഞാനില്ല. ഒന്ന് വിളിക്കണേ. 77 നമ്പർ. ധനേഷ് ഡോക്ടറാണ് ഹോസ്റ്റ്. വ്യാഴം വെള്ളി ശനി അല്ലേ? വ്യാഴം നമ്മളെ 4 വർഷം തികയുന്ന ഫംഗ്ഷൻ ആണ് വെള്ളിയാഴ്ച. അന്നില്ലേ? അന്ന് എവിടെ പോണ? എറണാകുളം. അത് ശരി. എറണാകുളത്ത് ഇരുന്നോണ്ട് ആ ദിവസം കേറണം. മോഡറേറ്റ് ചെയ്യുന്ന ഞാൻ ചെയ്തോളാം. ധനേഷ് ഡോക്ടർ വിട്ടുപോയെന്ന് തോന്നുന്നു. ധനേഷ് ഡോക്ടറാണ് ഹോസ്റ്റ്. അതെ. ഞാനൊന്ന് വിളിക്കട്ടെ.